നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയും അദ്ദേഹത്തിൻ്റെ മരണവും കുറച്ച് കോമഡികളും. ഒരു മരണം തന്നെ കുടുംബക്കാർ വലിയൊരു കോമഡി സംഭവമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. കുറച്ചു മുമ്പ് ഇതേപോലെ MM ലോറൻസ് എന്ന് പറഞ്ഞ CPMൻ്റെ ഒരു നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം മൃതദേഹം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് കൊടുക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ഒരു മകള് അദ്ദേഹത്തിൻ്റെ ഇച്ഛയ്ക്ക് വിരുദ്ധമായിട്ട് അതിനെതിരെ അപ്പീൽ കൊടുത്തു. അവർ അവകാശപ്പെടുന്നത് ലോറൻസ് അവരോട് പറഞ്ഞു പള്ളിയിൽ അടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. പക്ഷെ മറ്റ് 2 മക്കളോടും അവർ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അവരുടെ ഒരു സ്വാർത്ഥ താല്പര്യമാണ്, മരിച്ച ആളുടെ താല്പര്യത്തിന് പ്രാധാന്യം കൊടുക്കാതെ സ്വന്തം താല്പര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് അവിടെ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഹൈക്കോടതിയിലെത്തി ലോറൻസിൻ്റെ ബോഡി ഒരു 2-3-4 ദിവസമൊക്കെ അവിടെ മോർച്ചറിയിലൊക്കെ സൂക്ഷിക്കേണ്ടി വന്നു. കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായി. അതൊരു വലിയൊരു പത്രവാർത്തയായി ചർച്ചയായി. അതേപോലെ തന്നെ സ്വന്തം അച്ഛൻ്റെ മരണത്തിനെ വലിയൊരു കോമഡിയാക്കി മാറ്റിയാണ് ചെയ്തത്. സമാധി എന്ന് പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ? മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പള്ളിയിൽ കൊണ്ടുപോയിട്ട് അടക്കുന്നതിന് കബറടക്കം എന്ന് പറയും. കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിനെ അടക്കിയെന്ന് പറയും. ആന മരിച്ചു കഴിഞ്ഞാൽ ചെരിഞ്ഞു എന്ന് പറയും. ഇതൊക്കെ ഒരു ടേമുകളാണ്. ഇത് സംഭവം എല്ലാം മരണം തന്നെ. ഇവരെന്താ പറയുന്നത് മരിച്ചിട്ടില്ല എന്ന്. അത് സമാധിയായി അല്ലേ മരിച്ചിട്ടില്ല എന്ന്. അതുമാത്രമല്ല ഇവരുടെ വലിയൊരു കോമഡി വെച്ചാൽ ഇദ്ദേഹം കുറച്ചു കാലമായിട്ട് കിടപ്പിലായിരുന്നു. എണീക്കാൻ പോലും വയ്യാത്ത രീതിയിൽ കിടപ്പിലായിരുന്നു. അതിനുശേഷം ഇവർ പറയുന്ന അനുസരിച്ചിട്ട് രാവിലെ ഗുളിയൊക്കെ വന്ന് കുടിച്ചു, ഇൻസുലിനൊക്കെ അടിച്ച് ഷുഗറൊക്കെ നോർമലാക്കി, ഒരു പുഷപ്പൊക്കെ എടുത്തിട്ടൊന്നും അറിയില്ല, ഫിറ്റ്നസ്സൊക്കെ നേടിയ ശേഷമാണ് ഞാൻ സമാധിയാകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ എന്നൊക്കെ പറഞ്ഞിട്ട് കല്ലറയുടെ ഉള്ളിലേക്ക് പോയിരിക്കുകയും അങ്ങനെ അദ്ദേഹം അവിടെ സമാധിയായി കല്ലറയൊക്കെ കോൺക്രീറ്റൊക്കെ വെച്ച് സീൽ ചെയ്ത ശേഷം മക്കൾ സമൂഹത്തിൽ വന്ന് പ്രഖ്യാപനം നടത്തുകയാണ് അച്ഛൻ സമാധിയായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം? എന്തുകൊണ്ടാണ് നിയമം ഇടപെട്ടത്? നമ്മുടെ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കൃത്യമായിട്ടുള്ള മെഡിക്കൽ അതോറിറ്റി ആ മരണം കൺഫേം ചെയ്യണം. അങ്ങനെ കൃത്യമായിട്ട് കൺഫേം ചെയ്യാത്ത, മറ്റുള്ളവരുടെ മുമ്പിൽ തെളിവുകളില്ലാത്ത എല്ലാ മരണങ്ങളും അസ്വാഭാവികമായിട്ടുള്ള മരണമായിട്ടാണ് കണക്കാക്കുക. ഇങ്ങനെയുള്ള അവകാശവാദങ്ങളെ അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല കൊലപാതകങ്ങളും സ്വാഭാവിക മരണമാക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അസ്വാഭാവികമായിട്ടുള്ള യാതൊരു തെളിവുമില്ലാത്ത, മെഡിക്കലി കൺഫേം ചെയ്യാത്ത ഒരു മരണം സംഭവിച്ചെന്ന് പറയുമ്പോൾ, അത് ഞങ്ങൾ അടക്കിയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിയമവ്യവസ്ഥ അതിലേക്ക് ഇടപെടും. കാരണം അതാണ് നമ്മുടെ നാട്ടിലെ നിയമം. അത് നമ്മുടെ സുരക്ഷിത ജീവിതത്തിന് അത് ആവശ്യമാണ്. കാരണം വ്യക്തിപരമായിട്ടുള്ള താല്പര്യം വെച്ചുകൊണ്ട് ഏതാളുടെയും ബോഡി അയാൾ മരിച്ചു, അയാൾ സമാധിയായി, അല്ലെങ്കിൽ അയാൾ കവറായി, അല്ലെങ്കിൽ അയാൾ മറ്റേതായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്ന ഒരു നിയമമൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നിയമവ്യവസ്ഥ അതിലേക്ക് ഇടപെട്ടു. ബോഡി എടുത്തു, പോസ്റ്റ്മോർട്ടം ചെയ്തു. പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വേറെ ഒന്നും കാണുന്നില്ല, അയാൾ മരിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്റേണൽ ഓർഗൻസിന്റെ റിസൾട്ടൊക്കെ വരുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള ഒരു അനലൈസിങ് മാത്രമാണ് പോസ്റ്റ്മോർട്ടത്തിൽ. അപ്പോൾ ഓർഗൻസിന്റെ ഓട്ടോപ്സി റിസൾട്ടൊക്കെ, കെമിക്കൽ അനാലിസിസ് റിപ്പോർട്ടൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. സാധാരണ സമാധി എങ്ങനെയാണ്? ഒരാൾ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് പത്മാസനത്തിൽ ഇരുന്നിട്ട് മരിച്ചു കഴിഞ്ഞാൽ മൂടുന്നതല്ല. ഒരാൾക്കും തന്നെ സ്വന്തം മരണം നിശ്ചയിക്കാൻ പറ്റില്ല. പോയിസണൊക്കെ കഴിക്കണം, അല്ലെങ്കിൽ മരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന സമയത്ത് മരിക്കും. മരിക്കുന്നതിൻ്റെ പല ഘട്ടങ്ങളുണ്ട്. ബോധം പോകുന്ന അവസ്ഥയുണ്ടാവും. മരിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ തന്നെ, ഇപ്പോൾ ഹോസ്പിറ്റലിലുള്ള കേസാണെങ്കിൽ തന്നെ, ഇത്രയും തെളിവുള്ള ഹോസ്പിറ്റലാണെങ്കിൽ തന്നെ അവിടെ കൃത്യമായിട്ട് പല പരിശോധനാ ഫലങ്ങൾ ആവശ്യമുണ്ട്. ടീം ഓഫ് ഡോക്ടർ വന്നിട്ട് കൺഫേം ചെയ്യണം ക്ലിനിക്കൽ ഡെത്ത് ആണോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് ആണോ. ഇത് കൃത്യമായിട്ട് കൺഫേം ചെയ്ത ശേഷം മാത്രമേ മരണം പ്രഖ്യാപിക്കൂ. ഹോസ്പിറ്റലൈസ് കേസിൽ പോലും ഇപ്പോൾ അതിന് അപവാദമായിട്ട് ഇപ്പോൾ ഒരു കേസ് വന്നിരുന്നു. ഹെഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ആളുടെ, അത് ഹോസ്പിറ്റലിൽ വന്ന പിഴവാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാളെ വെന്റിലേറ്ററിൽ ശ്വാസകോശ സംബന്ധമായ എന്തോ പ്രശ്നം, കിഡ്നി റീനൽ ഫെയിലിയർ ഒക്കെ അയാൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ കോംപ്ലിക്കേഷനായി വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തു, അങ്ങനെ ചെയ്തു. ലാസ്റ്റ് ഇനിയൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് മടക്കി. ഒരുപക്ഷെ സാമ്പത്തികപരമായിട്ട് അവരുടെ അടുത്ത് ഇനിയൊന്നും ഇല്ലയെന്ന് തോന്നിയ ശേഷം ഒഴിവാക്കാൻ വേണ്ടി വെന്റിലേറ്റർ എടുത്ത് 10 മിനിറ്റ് ജീവിക്കുന്ന പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വിട്ടായിരിക്കും, മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെ പറഞ്ഞായിരിക്കും. ആ പറഞ്ഞ കാര്യം എന്ത് ചെയ്തു, അവർ വിശ്വസിച്ചുകൊണ്ട് ആംബുലൻസ് ഒരു 10 മിനിറ്റ് ഓടിയപ്പോൾ ഇദ്ദേഹത്തിന് ബോധത്തിൻ്റെ ഒരു ക്ഷയം, ബോധമില്ല, ശരീരത്തിന് അനക്കമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ തീരുമാനിച്ചു, ഡോക്ടർ പറഞ്ഞതുപോലെ മരണം സംഭവിച്ചിരുന്നു. ഇവരാരും തന്നെ മെഡിക്കൽ സയൻസിൽ ഒരു നോളജ് ഇല്ലാത്തതാണ്, മരണം കൺഫേം ചെയ്യാൻ പറ്റാത്ത ടീമുകളാണ്. അപ്പോൾ ഇവർ സ്വയം ഇഷ്ടത്തിന് എന്ത് തീരുമാനിച്ചു, നേരെ മോർച്ചറിയിലേക്ക് പോട്ടെ റൈറ്റ് മോർച്ചറിയിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആംബുലൻസ് പോയി മോർച്ചറിൻ്റെ അവിടെ നിന്നു. അവിടെയുള്ള അസിസ്റ്റൻ്റൊക്കെ വന്ന് ബോഡി എടുക്കാൻ നോക്കുമ്പോൾ ചലനം. അപ്പോൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. അപ്പോൾ അതിപ്പോൾ വലിയൊരു വിവാദമായിട്ടുള്ളത്. അപ്പോൾ അവരിപ്പോൾ അവിടെ ക്വൈറ്റ് നോർമലായിട്ട് അവിടെ ചികിത്സയിലാണുള്ളത്. ഒരു മരണം സ്ഥിരീകരിക്കുന്ന ആശുപത്രിക്ക് പോലും പലപ്പോഴും പിഴമ്പ് പറ്റാം. അപ്പോൾ സാധാരണക്കാർ ഈ മരണം സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ എന്താണ് അവസ്ഥ? ഇത്തരത്തിലുള്ള മതവിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ സാധാരണഗതിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ അതിനുശേഷം ചുരുട്ടി മടക്കി
പത്മാസനത്തിലൊക്കെ ആക്കി ഇരുത്തിയ ശേഷമാണ് താത്തുക. ഒരാൾക്കും തന്നെ അങ്ങനെ പത്മാസനത്തിൽ ഇരുന്നുകൊണ്ട് മരിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ നമ്മുടെ കഥകളിലും ബാലമംഗളത്തിലും ബാലരമയിലൊക്കെ വായിക്കാൻ പറ്റും. അത്തരം കഥകൾ യഥാർത്ഥ ലോകത്തൊന്നും നിൽക്കുന്നില്ല. ഈ മരിച്ചാൽ തന്നെ ഉടനടി അത് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ മരണശേഷം നമ്മുടെ മസിലുകളുണ്ട്. ഈ മസിലുകളൊക്കെ സ്റ്റിഫ്നെസ് ആകുന്നത്, അതായത് കട്ട പിടിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൻ്റെ കോശങ്ങളിൽ സംഭവിച്ചതിന് റൈഗർ മോട്ടീസ് എന്ന് പറയുക. ഈ അവസ്ഥക്ക് മരിച്ച ശേഷം ഒരു 2-3 മണിക്കൂറിനുള്ളിൽ ആ അവസ്ഥയിലേക്ക് എത്തും. ആ അവസ്ഥക്ക് മുമ്പേ ആണെങ്കിൽ നമുക്ക് കൈകാലൊക്കെ ഒടിച്ച് നിവർത്തി എങ്ങനെയും മാറ്റിയിരുത്താൻ പറ്റും. പക്ഷെ അത് വന്ന ശേഷം റൈഗർ മോട്ടീസ് അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ സ്റ്റിക്ക് പോലെ വടി പോലെ നിൽക്കും. ഇപ്പോൾ സാധാരണഗതിയിൽ സമാധി എന്ന് പറഞ്ഞ കേസ് സമാധിക്ക് ഇരുത്തുക എന്ന് പറഞ്ഞാൽ തന്നെ ഈ മരിച്ച ഉടനെ തന്നെ ശിഷ്യന്മാരൊക്കെ എടുത്ത് മരണമെല്ലാം കൺഫേം ചെയ്ത ശേഷം ശിഷ്യന്മാരിലൊക്കെ എടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് പിന്നെ അവരെ മതപരമായ അന്ധവിശ്വാസങ്ങളുടെ പല കർമ്മങ്ങളും അവിടെ നടത്തിയിട്ട് അത് സമാധിയാണെന്ന് അവർ പ്രഖ്യാപിക്കും. അതേപോലെ തന്നെയാണ് ഖബറടക്കം എന്ന് പറയുന്നത്. എന്താണ്? മരിച്ച ഒരാളെ സംസ്കരിക്കൽ, അത്രയേ ഉള്ളൂ. അത് പല രീതിയിലാവാം. ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്ന ചടങ്ങുകളിന് ഖബറടക്കം എന്ന് പറയുന്നു. അതേപോലെ മരിച്ച ആളെ സംസ്കരിക്കുന്ന ഒരു മതാന്ധവിശ്വാസികളുടെ ഒരു ചടങ്ങാണ് ഈ സമാധി എന്ന് പറയുന്നത്. ഈ സമാധി എന്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ വലിയൊരു ബിസിനസ് താല്പര്യമുണ്ട്. ഒരുപക്ഷെ ഈ മരിച്ച ആൾ, ഇപ്പോൾ നമ്മൾ സാധാരണ ഇതിൽ മരിക്കാൻ കിടക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ചില ആൾ പറയും, എന്നെ വീട്ടിൽ അടക്കണ്ട, എന്നെ ശാന്തിഗിരി ശ്മശാനത്തിലേക്ക് അടക്കിയാൽ മതി എന്നൊക്കെ പറയുന്ന ആളുണ്ടാവും. അതൊക്കെ ബന്ധുക്കൾ ചെയ്യും. പക്ഷെ അവിടെ മരണം കൺഫേം ചെയ്ത ശേഷമാണ് ചെയ്യുന്നത്. അതുപോലെ ഇദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ടാവും, എന്നെ മരിച്ച ശേഷം സമാധിക്കിരുത്തുക എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ചെയ്യേണ്ടത് എപ്പോഴാണ്? ഈ മെഡിക്കലി ലീഗൽ അതോറിറ്റീസ് വഴി മരണം കൺഫേം ചെയ്ത ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മരണം കൺഫേം ചെയ്ത് നിങ്ങൾക്ക് ഒടിച്ച് മടത്തി സമാധിക്കിരുത്തിയോ അല്ലെങ്കിൽ മുലക്കിരുത്തോ എന്ത് വേണേൽ ചെയ്യാം. പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ഒരവസ്ഥയിൽ സ്വാഭാവികമായിട്ട് ഇവിടെ നിയമം എങ്ങനെയാണോ ഇടപെടേണ്ടത് അതൊക്കെ തന്നെ ഇവിടെ സംഭവിച്ചുള്ളൂ. അത് അങ്ങനെ തന്നെയാണ് ആവേണ്ടത്. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ ഇതുപോലെയുള്ള ഒരുപാട് കൊലപാതകങ്ങൾ നമ്മുടെ വിശ്വാസമാണ്, മറ്റേതാണ്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ട് ലൂപ്പ് ഹോൾസ് ഒരുപാട് നമുക്ക് തുറന്നു കിട്ടും. അതുകൊണ്ടാണ് സ്ട്രിക്റ്റായിട്ട് നിയമം ഈ കേസിലും വളരെ സ്ട്രിക്റ്റായിട്ട് നടത്തി എന്നുള്ളതാണ്. ഇനി ഇതേപോലെയുള്ള അവകാശവാദങ്ങളിൽ ഒരുപാട് സംഭവങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ പലതും കൊലപാതകങ്ങളായിരുന്നു. കാരണം വിശ്വാസത്തിന്റെ മറപിടിച്ചുകൊണ്ട് കൊലപാതകത്തിന് മൂടി വെക്കാനുള്ള ശ്രമങ്ങൾ വളരെ എളുപ്പമാണ്. അത് അങ്ങനെയും തെളിഞ്ഞ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തിനാണ് ഈ സമാധിക്കിരുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയൊരു ക്ഷേത്രം ഉണ്ടാക്കി വിശ്വാസപരമായിട്ടുള്ള തീവ്രത ഒന്ന് കൂട്ടിയിട്ട് ആൾക്കാരെ ആകർഷിച്ചുകൊണ്ട് വലിയ സാമ്പത്തിക ലാഭം തന്നെയാണ് പ്രധാനം. ഭണ്ണാര പെട്ടികളില്ലാത്ത അമ്പലമോ പള്ളിയോ ഇല്ല. ദൈവത്തിൻ്റെ പ്രതിഷ്ഠയേക്കാൾ കൂടുതൽ ഏറ്റവും ആൾക്കാർ കാണുന്ന സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഭണ്ണാരങ്ങളായിരിക്കും. അതിൽ അമ്പലമാണോ പള്ളിയാണോ എന്നുള്ള വ്യത്യാസമില്ല. ശതകോടി സമ്പത്തിൻ്റെ മേൽ ദൈവത്തെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആ ദൈവത്തിനോട് അഭിവൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്ന വിശ്വാസികൾ. മനുഷ്യൻ എവിടെ ദരിദ്രമാകുന്നു അവിടെ ആരാധനാലയങ്ങളിൽ ദരിദ്രമായിരിക്കും. പണ്ടുകാലത്തൊക്കെ ദാരിദ്ര്യാവസ്ഥയിൽ പല ആരാധനകളും നടത്താൻ പറ്റാത്ത ഉപേക്ഷിച്ച ആരാധനാലയങ്ങൾ, അമ്പലങ്ങൾ, ഇതൊക്കെ ഇന്ന് പുനർജീവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യന് സാമ്പത്തിക ശേഷി കൂടി. ആ സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിൽ പൈസ ചെലവിട്ടുകൊണ്ടാണ് ഇതൊക്കെ എടുക്കുന്നത്. അല്ലാതെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഒരമ്പലമോ പള്ളിയോ ഇതുവരെ സ്വയം ഉണ്ടായി വന്നിട്ടില്ല. ഒരമ്പലത്തിലെയും വിളക്കുകൾ ദൈവശക്തി കൊണ്ട് കത്തിയിട്ടില്ല. വെളിച്ചെണ്ണേൻ്റെ പവർ കൊണ്ടോ വൈദ്യുതിയുടെ പവർ കൊണ്ടോ മാത്രമാണ് നിലയ്ക്കുന്നത്. ദൈവത്തിനെല്ലാ ശക്തിയുണ്ട് എന്ന് പറയുന്നു. വിശ്വാസികൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നു, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വന്തം ദേവാലയങ്ങളിൽ പോലും പുനരുജ്ജീവിക്കാൻ മനുഷ്യരുടെ സഹായം ആവശ്യം വരുന്ന ദൈവം, ആ ദൈവം നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവം സർവ്വശക്തിമാനാണെന്ന് പറയുമ്പോൾ അങ്ങനെയൊരു ശക്തിമാനായിരിക്കുന്നത് ദൈവം ഇല്ല എന്നുള്ളൊരു തെളിവാണ് ഇതൊക്കെയാണ്. അപ്പോൾ ആ ദൈവം എന്നുള്ള സങ്കല്പം ശക്തിമാനായ കാലത്തോളം ആ ദൈവം അങ്ങനെയൊന്നും സാധനം ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അല്ലെ ദൈവം ദുർബലാണെന്ന് നിങ്ങൾ പറഞ്ഞോ? അങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക. ദൈവമുണ്ട്, ഇതൊക്കെ ദൈവമുണ്ട് എന്ന് തെളിവാണെന്ന് പറയാം. കാരണം മനുഷ്യനെല്ലാം സഹായം ചെയ്ത് കൊടുക്കും. നമ്മളെ വീട്ടിലൊരു പ്രായമുള്ള ആൾ, നടക്കാൻ വയ്യാത്ത ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പിടിച്ച് എടിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? അതേപോലെ ദൈവത്തെ ചെയ്യിക്കുന്ന ഒരവസ്ഥയാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞാൽ ആ ദൈവം ഇല്ല എന്ന് നമ്മൾ പറയും. ദൈവം വളരെ ദുർബലനാണ്, മനുഷ്യനേക്കാളും ദുർബലനാണെന്ന് പറഞ്ഞാൽ ആ ദൈവം ഉണ്ടെന്ന് ഞാൻ പറയും. ഓക്കെ.